കാൽനടയായി കിലോമീറ്ററുകൾ താണ്ടി മല ചവിട്ടുന്ന അയ്യപ്പന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. കല്ലും മുള്ളും കാലിക്ക് മെത്തയാക്കുന്നവർ. ഇവിടെ റോളർ സ്കേറ്റിംഗ് നടത്തിയാണ് ശബരിമല യാത്ര. മനസ്സിൽ അയ്യനോടും സ്കേറ്റിങ്ങിനോടും അടങ്ങാത്ത ഇഷ്ടം. എന്നാൽ പിന്നെ അയ്യനെ കാണാനുള്ള യാത്ര ചക്രഷൂസിലാക്കാമെന്ന് കരുതി. യാത്ര ഞങ്ങൾ രാവിലെ തുടങ്ങിയാൽ പിന്നെ വൈകിട്ട് 6 മണി വരെ ചെയ്യും. ഇടയ്ക്ക് റെസ്റ്റ് ഉണ്ടാവും, ഫുഡ് കാര്യങ്ങളൊക്കെ റെസ്റ്റ് ഉണ്ടാവും. 6 മണിക്ക് ശേഷം ഉണ്ടാവില്ല. കരിമല പോലെ തന്നെ കഠിനമാണ് റോളർ സ്കേറ്റിങ്ങിന്റെ ഓരോ കയറ്റങ്ങളും. വഴിയിലെ ഗതാഗതക്കുരുക്ക്, ഇടയ്ക്ക് ചാടി വീഴുന്ന തെരുവ് നായ, അങ്ങനെ പ്രതിസന്ധികൾ നിരവധി. അച്ഛൻ മണിയും അമ്മ രുക്മിണിയും ഒപ്പം നിന്നതോടെ പ്രതിസന്ധികളോട് മനു പോയി പണി നോക്കാൻ പറഞ്ഞു. നമ്മുടെ കയ്യിൽ അയ്യപ്പൻ ഉണ്ട്. എത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് നമ്മളത് ചെയ്യുന്നത്. വലിയ ടാസ്ക്കാണ് ആ സംഭവം. അയ്യപ്പനെ വിചാരിച്ച് ഓരോ മേടും ഓരോ ഇറക്കവും കരിമലയാണെന്ന് കരുതി അങ്ങനെ ഓടി കയറി ഇറങ്ങി പോകും. അയ്യപ്പനെ കാണും. അറുപത് കിലോമീറ്റർ സ്കേറ്റിംഗ് ചെയ്ത് റെക്കോർഡ് നേടിയ ആളാണ് മനു. 3 ദിവസത്തെ യാത്രയ്ക്കൊടുവിൽ ശബരിമലയിൽ നിന്ന് കേൾക്കുന്ന ശരണം വിളികളിലൊന്ന് മനുവിൻ്റെതാകും. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. ഗൂഗിൾ VF ചേരുന്നുണ്ട് തത്സമയം. ഗൂഗിൾ, സാധാരണഗതിയിൽ നാട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും ശബരിമലയ്ക്ക് പോയാൽ നമ്മൾ ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര എന്ന്. അപ്പോൾ ഒന്നെങ്കിൽ പറയും ബസ്സിലായിരുന്നു പോയത്, അല്ലെങ്കിൽ പറയും കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെയായിരുന്നു എൻ്റെ സന്നിധാനത്തേക്കുള്ള യാത്ര എന്ന്. ഇതിപ്പോൾ അതൊന്നൊക്കെ വളരെ വ്യത്യസ്തമായി സ്കേറ്റിംഗ് ഷൂ അണിഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തെരുവ് നായയുടെ ബുദ്ധിമുട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല ട്രാഫിക് ഉണ്ടാവും. എങ്ങനെ ഉണ്ടായിരുന്നു മനുവിൻ്റെ യാത്ര? മനു എന്താണ് പറയുന്നത്? മനു ഇന്ന് എത്തും, അതായത് ഇന്നല്ല നാളെ രാവിലെ അദ്ദേഹം ശബരിമലയിൽ എത്തും. ഏതായാലും അത്ര എളുപ്പമൊന്നുമല്ല. ഈ കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ നടന്നു പോകുന്നതിലും ബുദ്ധിമുട്ട് തന്നെയാണ് ഈ റോളർ സ്കേറ്റിംഗിൽ പോകാൻ. ഇത് കയറ്റം വരുമ്പോഴൊക്കെ വലിയ ടാസ്ക്കാണ്. ഇത് കയറ്റി നമുക്ക് നടന്നു പോകുന്ന പോലെ പിന്നെ മുന്നിലോട്ട് പോകാൻ പറ്റില്ല. ഇത് പിന്നെ അതോടെ തന്നെ ഇറക്കവും ഒന്ന് കൺട്രോൾ ചെയ്യുന്നതൊക്കെ ബുദ്ധിമുട്ടാണ്. ട്രാഫിക് ഉണ്ട്, അതോടൊപ്പം തന്നെ തെരുവ് നായകളുണ്ട്. അപ്പോൾ വെല്ലുവിളികൾ ഏറെയുണ്ട്. കരിമല കയറ്റം പോലെ തന്നെ കഠിനമാണെന്നാണ് മനുവും അച്ഛനും ഒക്കെ പറഞ്ഞത് ഈ റോളർ സ്കേറ്റിംഗ് യാത്ര. പക്ഷേ 17 വയസ്സേ ഉള്ള പയ്യന് അവൻ അത്രമാത്രം ആഗ്രഹിച്ച് 2 കാര്യവും അവന് ഭയങ്കര ഇഷ്ടമാണ്. അയ്യപ്പനെയും ഭയങ്കര ഇഷ്ടമാണ്, റോളർ സ്കേറ്റിങ്ങും ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ പിന്നെ ശബരിമലയിലേക്കുള്ള യാത്ര അങ്ങനെ റോളർ സ്കേറ്റിങ്ങിലൂടെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ പോകുന്നുണ്ട്. ഏതായാലും അച്ഛനും അമ്മയും ഒക്കെ സപ്പോർട്ടുണ്ട്. തൊട്ട് പിന്നിൽ അച്ഛനും അമ്മയുണ്ട്. അവരെന്തെങ്കിലും ആവശ്യം വന്നാൽ എത്താനായിട്ടൊക്കെ തന്നെ അവർ മനുവിൻ്റെ തൊട്ട് പിന്നാലെയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു യാത്രയാണ് അത്. അയ്യപ്പനോടുള്ള ഇഷ്ടം അതോടൊപ്പം തന്നെ സ്കേറ്റിങ്ങിനോടുള്ള ഇഷ്ടം ചേർന്നപ്പോൾ ആ കുട്ടി അവന് അങ്ങനെ പോകണമെന്ന് തോന്നി. അപ്പോൾ അച്ഛനും അമ്മയും ഒപ്പം നിന്നു. അവരിപ്പോൾ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെ അവർ ശബരിമലയിലെത്തും, അയ്യപ്പനെ കാണുമെന്നാണ് പറഞ്ഞത്.